പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നെന്ന് പ്രതിയുടെ മൊഴി. വേല ആഘോഷ നിറവിൽ അന്തിമഹാകാളൻ കാവ്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാളവേല വരവ് ആവേശമായി. പെരിങ്ങാട് പുഴയും തീരപ്രദേശവും കണ്ടൽ റിസർവ് വനമാക്കുന്ന നടപടി പിൻവലിക്കുന്നതിനായി വനം വകുപ്പ് മന്ത്രി എം കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ജനങ്ങളുടെ സംരക്ഷണമാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു. പൊയ്യ സ്വദേശി രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മാടം കോടന്നൂർ മേഖലകളിൽ പദമഴ പെയ്തു. മരത്തിൽ പെയ്യുന്ന മഴത്തുള്ളികളും സമീപത്തെ ഫാക്ടറികളിൽ ഉണ്ടെങ്കിലും ഇത്തരം പ്രതിഭാസത്തിനിടയാക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. വാർത്തകൾ വിശദമായി. പെരുമ്പിലാവിലെ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതിയായ ലിഷോയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. യുവാവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വാൾ വീടിന് സമീപത്തെ പൊന്തക്കാട്ടിൽ നിന്ന് കണ്ടെത്തി. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. എസ്ഐമാരായ സുകുമാരൻ, വൈശാഖ്, ഫക്രുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന ലിഷോയെ അതിസാഹസികമായാണ് കുന്നംകുളം പോലീസ് ശനിയാഴ്ച രാവിലെ സംഭവം നടന്ന സമീപത്തെ വീട്ടിൽ നിന്നും പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് പെരുമ്പിലാവ് ആൽത്തറ 4 സെന്റ് കോളനിയിലുണ്ടായ സംഘർഷത്തിൽ കടവല്ലൂർ സ്വദേശി അക്ഷയ് കൊല്ലപ്പെട്ടത്. വീടിന്റെ വടക്ക് ഭാഗത്ത് ചേലക്കര അന്തിമഹാകാളൻ കാവ് വേല ആവേശമായി. ആനയില്ലാത്ത വേലയായതിനാൽ കാളകളാണ് വേലയ്ക്ക് മാറ്റുകൂട്ടിയത്. ചേലക്കര, തോന്നൂർക്കര, കുറുമല, പങ്ങാരപ്പള്ളി, വെങ്ങാനല്ലൂർ, ചേലക്കോട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള കാളവേലകൾ കാവിന് മുന്നിലെത്തി. ഞായറാഴ്ച രാവിലെയാണ് കാളവേലകൾ കാവുകയറുക. പെരിങ്ങാട് പുഴ വനംഭൂമിയാക്കുന്നതിനുള്ള ഉത്തരവ് റദ്ദ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണലും ചെളിയും നിറഞ്ഞ് പുഴ ഇല്ലാതാവുകയാണെന്നും അതുകൊണ്ടുതന്നെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുമ്പോൾ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലാകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഉത്തരവ് അത് റദ്ദ് ചെയ്യാനും നോട്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പ്രവർത്തിക്കാനും നിയമപരമായ നടപടികൾ നാളെ മുതൽ ആരംഭിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും അവിടുത്തെ ജനങ്ങളുടെ കൂടെയാണ് വനം വകുപ്പും സർക്കാരും. അപ്പോൾ ഒരു തരത്തിലും ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ചല്ല ജനങ്ങൾക്ക് ശുദ്ധവെള്ളവും വെളിച്ചവും വായുവും നൽകുക എന്നതായിരുന്നു ഉദ്ദേശം. പുഴ വനമാക്കി മാറ്റുന്നതിനെതിരെ പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഉത്തരവ് റദ്ദാക്കാൻ സർക്കാർ നിർബന്ധിതരായത്. വിഷയം ചർച്ച ചെയ്യുന്നതിനായി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. രാമനിലയത്തിൽ നടന്ന യോഗത്തിൽ എംഎൽഎമാരായ മുരളി പെരുന്നെല്ലി, എൻ കെ അക്ബർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പൊയ്യ സ്വദേശി ഇറ്റിത്തറ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. തെക്കേനടയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ അമിത വേഗതയിൽ വന്ന കാർ പോലീസ് തടയുകയായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന എടവിലങ്ങ് സ്വദേശി ബിനോജ് മദ്യപിച്ചിരുന്നതായി വ്യക്തമായതിനെ തുടർന്ന് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു.
ഇതിനിടെ കാറിൽ സഹയാത്രികനായിരുന്ന രാഹുൽ താനാണ് വാഹനം ഓടിച്ചതെന്ന് അവകാശപ്പെട്ട് പോലീസുമായി തർക്കത്തിലേർപ്പെട്ടു. തുടർന്ന് ഇരുവരെയും ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇയാൾ പോലീസിനെ ആക്രമിച്ചത്. ജീപ്പിന്റെ പിൻസീറ്റിൽ ഇരുന്നിരുന്ന രാഹുൽ മുന്നിലിരുന്നിരുന്ന CPO ഷമീറിനെ കഴുത്തിന് പിടിച്ചു മർദ്ദിച്ചു. മറ്റുള്ളവർ തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ജീപ്പിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ഗ്രേഡ് SI ബാബുവിനെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ SI ബാബുവിന്റെ വലത് കൈക്ക് പരിക്കുണ്ട്. തൃശൂരിൽ പദമഴ പെയ്തു. അമ്മാടം കോടന്നൂർ മേഖലകളിലാണ് ശനിയാഴ്ച വൈകിട്ട് പദമഴ പെയ്തത്. 2 സാഹചര്യങ്ങളിലാണ് ഇത്തരം മഴ പെയ്യുക എന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. പ്രത്യേക കാലാവസ്ഥയിൽ മരത്തിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പത ജനിപ്പിക്കും. സമീപത്ത് ഫാക്ടറികൾ ഉണ്ടെങ്കിലും മഴ പെയ്യുമ്പോൾ പത രൂപപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. കടങ്ങോട് കിഴക്കുമുറിയിലുണ്ടായ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. ആലക്കൽ കൃഷ്ണന്റെ മകൻ ശശികുമാറിന്റെ മരണത്തിലാണ് ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവിലെ കുംഭഭരണിയുടെ തലേദിവസം രാത്രി പരിപാടികൾ കാണാനായി വീട്ടിൽ നിന്നും പോയ ശശികുമാർ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്നും പിറ്റേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് പറഞ്ഞ് ശശികുമാറിന്റെ അമ്മയ്ക്ക് ഫോൺ വരികയാണുണ്ടായതെന്ന് ബന്ധുക്കൾ പറയുന്നു. ആശുപത്രിയിൽ കൈകാലുകൾ ചലനം നഷ്ടപ്പെട്ട നിലയിലാണുണ്ടായിരുന്നത്. കഴുത്തിനു പുറകിൽ ചതവ് പറ്റിയതുപോലെയും കാണപ്പെട്ടിരുന്നു. ചികിത്സയ്ക്കിടെ ശനിയാഴ്ച രാവിലെ മരണം സംഭവിച്ചു. സംഭവത്തെക്കുറിച്ച് ശശികുമാറിന്റെ പിതാവ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ മരിക്കുന്നതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചിറങ്ങരയിൽ 2ാമത്തെ കെണിക്കൂടെത്തിച്ചു. വെള്ളിക്കുളങ്ങരയിലെ 2 കൈയിൽ നിന്ന് കൊണ്ടുവന്ന കൂടിന് നേരിയ തകരാറുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഇത് അടുത്ത ദിവസം മുറിപ്പറമ്പിലെ കുറ്റിക്കാട്ടിൽ സ്ഥാപിക്കും. ചിറങ്ങര മംഗലശ്ശേരി റോഡിലെ പാടത്തോട് ചേർന്നുള്ള പറമ്പിലാണ് കഴിഞ്ഞ ദിവസം ആദ്യ കെണിക്കൂട് വച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA സ്ഥലത്തെത്തിയിരുന്നു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വാഴച്ചാൽ DFO R ലക്ഷ്മി എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. വീട്ടുജോലിക്കാരിയെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തനോളി ചേർപ്പുകാരൻ വീട്ടിൽ അശോകന്റെ ഭാര്യ 59 വയസ്സുള്ള മല്ലികയെയാണ് കോടാലി കൂട്ടിയമ്പലത്തിന് സമീപമുള്ള വീട്ടുപറമ്പിലെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ജോലിക്കെത്തിയ ഇവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തു. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി യുവാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി. ആനന്ദപുരം സ്വദേശി പള്ളത്തു വീട്ടിൽ അക്ഷയെയാണ് കാട്ടൂർ പോലീസ് SHO ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 24-നാണ് കേസിനാസ്പദമായി സംഭവം നടന്നത്. പൂമംഗലം സ്വദേശി പള്ളിപ്പുറം വീട്ടിൽ പ്രണവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കേസിലെ 3 പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പുതുക്കാട് ആമ്പല്ലൂർ മേഖലയിൽ പെയ്ത ശക്തമായ മഴയിൽ ആലിപ്പഴം വീണു. ശനിയാഴ്ച വൈകിട്ടോടെയാണ് ഇടിമിന്നലോടുകൂടി മഴ പെയ്തത്. ആമ്പല്ലൂർ നെന്മണിക്കര പ്രദേശത്താണ് മഴയിൽ ആലിപ്പഴ വീഴ്ചയുണ്ടായത്. ഷീറ്റുകൾക്ക് മുകളിൽ വലിയ ശബ്ദത്തിൽ മഴത്തുള്ളികൾ വീണതോടെ പുറത്തിറങ്ങിയവർക്കാണ് ആലിപ്പഴം വീഴ്ചയാണെന്ന് മനസ്സിലായത്. കൈക്കുമ്പിളിൽ കിട്ടിയ ആലിപ്പഴം അലിഞ്ഞുപോയ നിമിഷനേരം ആളുകൾക്ക് കൗതുകമായി. ശക്തമായ മഴയെ തുടർന്ന് പുതുക്കാട് ദേശീയപാതയിൽ നേരിയ തോതിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. മാള കുന്നത്തുകാട് കനത്ത കാറ്റിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കൊടകര നന്ദിപുലം സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. താടിയെല്ലിനും കാലിലും പരിക്കേറ്റ വിഷ്ണുവിനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേലഡൂരിലെ മിൽസ് കൺട്രോൾസ് കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുത്തൻചിറയിലുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പ്ലാവിന്റെ ചില്ലയാണ് ഒടിഞ്ഞ് ബൈക്കിന് മുകളിൽ വീണത്. ശക്തമായ കാറ്റിലും മഴയിലും പാലപ്പിള്ളി ചിമ്മിനി ഡാം റോഡിൽ 5 മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എച്ചിപ്പാറ വലിയകുളം ഭാഗത്താണ് റോഡിലേക്കും വൈദ്യുത ലൈനുകളിലേക്കുമായി മരങ്ങൾ വീണത്. ആർക്കും പരിക്കില്ല. ബസ് സർവീസ് ഉൾപ്പെടെ ഗതാഗതം 3 മണിക്കൂറോളം തടസ്സപ്പെട്ടു. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുത ബന്ധവും തടസ്സപ്പെട്ടു. മരങ്ങൾ വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊണ്ടാഴി തൃത്തംതളി ശിവപാർവതി ക്ഷേത്രത്തിൽ മോഷണം.
വിഷ്ണു ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചാണ് മോഷണം നടത്തിയിട്ടുള്ളത്. തൂക്കുവിളക്കുകളും മറ്റ് സാമഗ്രികളും ഉൾപ്പെടെ 50,000 രൂപയുടെ ക്ഷേത്ര സാമഗ്രികൾ മോഷണം പോയതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. പുലർച്ചെ ക്ഷേത്ര ജീവനക്കാർ എത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആരോഗ്യമേഖലയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കുമായി ഭൂമി ഏറ്റെടുക്കലിനും ഊന്നൽ നൽകി ചാവക്കാട് നഗരസഭാ ബജറ്റ് വൈസ് ചെയർമാൻ കെ മുബാറക് അവതരിപ്പിച്ചു. ആരോഗ്യമേഖലയിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളുടെ വികസനത്തിനുമായി ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ബജറ്റിൽ 20 കോടി രൂപ വകയിരുത്തി. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനുള്ള ഒരു ഷിഫ്റ്റ് കൂടി തുടങ്ങി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമാക്കി മാറ്റും. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി ലാബ്, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയ്ക്കായി 10 കോടി രൂപയും തിരുവത്ര മുട്ടിലിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിനായി 5 കോടി രൂപയും വകയിരുത്തി. MLAയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ടും ഇതിനായി ഉപയോഗപ്പെടുത്തും. നഗരസഭാ വാതക ശ്മശാനത്തിൽ ഒരേ സമയം 2 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സാധിക്കുന്ന തരത്തിൽ സംസ്കാരത്തിനായി രണ്ടാമതൊരു യൂണിറ്റ് കൂടി നിർമ്മിക്കും. ഇതിനായി 2.73 കോടി രൂപ വകയിരുത്തി. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി 5 കോടി, പൊതുമരാമത്ത് ഊർജ്ജ മേഖലയ്ക്കായി 10 കോടി, കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കായി 2 കോടി, തരിശു കിടക്കുന്ന മുഴുവൻ ഭൂമിയിലും കൃഷിയിറക്കി തരിശുരഹിത നഗരസഭയാക്കാൻ 20 ലക്ഷം, വയോജന സൌഹൃദത്തിനായി 25 ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തി. ആകെ 110.11 കോടി രൂപ വരവും 106.39 കോടി രൂപ ചെലവും 3.71 കോടി രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. നഗരസഭയുടെ ഏറെ നാളത്തെ സ്വപ്നമായ ടൗൺ ഹാൾ യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷ ബജറ്റിലുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലും സർക്കാർ അനുവദിച്ച 7 കോടിയിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ ചാവക്കാട് നഗരസഭയ്ക്കാണ് ഈ തുക ലഭിച്ചത്. ഈ തുക ഉപയോഗപ്പെടുത്തി ടൗൺ ഹാൾ നിർമ്മിക്കാനാവുമെന്ന് ബജറ്റ് അവതരണത്തിൽ വൈസ് ചെയർമാൻ കെ മുബാറക് പ്രത്യേകം പരാമർശിച്ചു. TCV ന്യൂസ്, ചാവക്കാട്. ജോലിക്കിടെ വീടിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കരുമത്ര പാണേങ്ങാടൻ 45 വയസ്സുള്ള ബൈജുവാണ് മരിച്ചത്. സ്വന്തം വീട്ടിലെ വെൽഡിംഗ് ജോലിക്കിടെയായിരുന്നു സംഭവം. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ വീട്ടിൽ തീപിടുത്തം. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മാരാത്തുകുന്ന് സെന്ററിന് സമീപമുള്ള ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുനിയപ്പന്റെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. മുറിയിൽ സൂക്ഷിച്ചിരുന്ന പഴയ വസ്ത്രങ്ങൾക്കും ടിവിയും മറ്റ് ഗൃഹോപകരണങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു. പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന ആളാണ് മുനിയപ്പൻ. അപകട സമയത്ത് ഇയാൾ പുറത്തായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. കയ്പമംഗലം സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കയ്പമംഗലം കാളമുറി സ്വദേശി പഴൂപ്പറമ്പിൽ വീട്ടിൽ അർജുനെയാണ് 6 മാസത്തേക്ക് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. അർജുന വധശ്രമക്കേസ് ഉൾപ്പെടെ 12ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് അർജുനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. സാമ്പത്തിക വർഷം ആദ്യ മാസത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ചെലവിന് പണം കണ്ടെത്താൻ ഇളവ് നൽകി നികുതി സ്വീകരിക്കുന്നു. ഏപ്രിൽ മുതലാണ് ഈ മാറ്റം നിലവിൽ വരുന്നത്. ഏപ്രിൽ മാസത്തിൽ വാർഷിക വസ്തുനികുതി ഒറ്റത്തവണയായി അടച്ചാൽ 5% ഇളവ് അനുവദിക്കും. സാധാരണ നിലയിൽ 2 തവണയായാണ് നികുതി അടയ്ക്കാനുള്ള സൌകര്യമുള്ളത്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ 30 വരെയാണ് ആദ്യ തവണ. തുടർന്ന് ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയാണ് രണ്ടാം അർദ്ധവാർഷികം. സാധാരണ ജനങ്ങൾ രണ്ടാം അർദ്ധവർഷ അവസാനമാണ് നികുതി അടയ്ക്കുന്നത്. അതുകൊണ്ടുതന്നെ ആദ്യ മാസങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും. ഈ അവസ്ഥ ഒഴിവാക്കാനാണ് ഇളവുകൾ അനുവദിക്കുന്നത് എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവിലുള്ളത്. അതേസമയം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പദ്ധതി പ്രവർത്തനങ്ങൾ നേരത്തെ പൂർത്തിയാക്കാനുള്ള മുൻകരുതലാണെന്നും സൂചനയുണ്ട്. കാട്ടുപന്നിയെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ 5 പേരെ വടക്കാഞ്ചേരി വനം വകുപ്പ് പിടികൂടി. കണിയാർക്കോട് സ്വദേശികളായ പാലക്കാട് പറമ്പിൽ വീട്ടിൽ പ്രകാശൻ, കണിയാർക്കോട് കടമാൻകോട്ടിൽ രമേശ്, പങ്ങാരപ്പള്ളി പാലപ്പറമ്പിൽ വീട്ടിൽ സിബി, പഴയന്നൂർ ചാമക്കാലയിൽ വീട്ടിൽ രമണൻ, കൊണ്ടാഴി വട്ടപ്പറമ്പിൽ വീട്ടിൽ മാത്യു എന്നിവരാണ് പിടിയിലായത്. വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ഫെബ്രുവരി 18-ന് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പഴയന്നൂർ പോലീസ് പിടികൂടിയ പ്രതികളിൽ ഒരാളായ ആന്ധ്ര സ്വദേശി പെരുമാളിനെ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു.
ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആളുകൾ കേസിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തിയത്. കേസിൽ ഒളിവിൽ കഴിയുന്ന മുഖ്യപ്രതി പെരുമാളിന്റെ മരുമകൻ ശങ്കറിനായി അന്വേഷണം നടക്കുകയാണ്. കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് പിടിയിലായ രമണൻ ക്രൈംബ്രാഞ്ചിൽ നിന്ന് സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ആളാണ്. പിടിയിലായ മാത്യു കരസേനാ ഉദ്യോഗസ്ഥന്റെ പിതാവാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജ്, മായന്നൂർ സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം വി ജയപ്രസാദ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി എൽ സാജു, എ സിജു എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് പൂർത്തീകരിക്കുകയും ഇവരിൽ നിന്നൊക്കെ സീഷർ ആവശ്യമായ ഇത് പന്നിയിറച്ചി പാകം ചെയ്ത പാത്രങ്ങളടക്കം പിടിച്ചെടുത്തു. അത് തൊണ്ടിയായിട്ട് കോടതിയിൽ നമ്മൾ ഹാജരാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തി വരവേ കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഒരു റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഈ കേസിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് വിവരം ലഭിക്കുന്നു. റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറായ രമണൻ മാത്യു വട്ടപ്പറമ്പിൽ ഫിലിപ്പ് മകൻ മാത്യു എന്ന് പറയുന്ന ഒരു 69-കാരനെ നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ കരസേനയിലൊരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നമ്മൾ സീഷർ നടത്തിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വടക്കാഞ്ചേരി നഗരസഭ സന്ദർശിച്ചു. കുമ്പളങ്ങാടുള്ള ഡി വാട്ടേഡ് കമ്പോസ്റ്റ് പ്ലാന്റ്, MCF, RRF, ഇല കമ്പോസ്റ്റ് യൂണിറ്റുകൾ എന്നിവയ്ക്ക് പുറമെ ഡംസൈറ്റ് റെമഡിയേഷൻ എന്നിങ്ങനെയുള്ള നഗരസഭയുടെ പ്രധാന പദ്ധതികളാണ് ചീഫ് സെക്രട്ടറി സന്ദർശിച്ചത്. തുടർന്ന് നഗരസഭാ ഓഫീസും സന്ദർശിച്ചു. ആയിട്ടുമുള്ളൊരു ഇന്ററാക്ഷൻ ഒരുക്കി തന്ന നഗരസഭയ്ക്ക്. മതിലകത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എറണാകുളം എടവനക്കാട് സ്വദേശി പൂത്തേഴത്ത് വീട്ടിൽ സജീറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 15-ന് പുന്നക്കുരു ബസാറിൽ മതിലകം പുതിയകാവ് സ്വദേശി കല്ലുങ്ങൽ വീട്ടിൽ അനസിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. അനസ് മുമ്പ് അഴീക്കോട് ലൈറ്റ് ഹൌസിനടുത്ത് താമസിച്ചിരുന്ന സമയത്ത് 10 ലക്ഷം രൂപയോളം സജീറിൽ നിന്ന് വാങ്ങിയിരുന്നു. ഈ തുക തിരികെ കൊടുക്കാത്തതിലുള്ള വിരോധത്തിലാണ് അനസിനെ പ്രതി ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ഡാൻസ് ഓഫ് അംഗങ്ങളായ SI CR പ്രദീപ്, ASI ലിജു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് 4-ാം വാർഡിൽ സ്വകാര്യ വ്യക്തി 10ഓളം കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതായി പരാതി. പട്ടികജാതി കുടുംബങ്ങളടക്കമുള്ളവരാണ് വഴി തടസ്സപ്പെട്ടതോടെ ദുരിതത്തിലായത്. സ്വകാര്യ വ്യക്തിയുടെ വഴിയെയും മഹാത്മാ റോഡിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് സ്ലാബ് എടുത്തുമാറ്റിയതോടെയാണ് 10ഓളം കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടത്. ഇതേ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് പരാതി നൽകി. തുടർന്ന് നടന്നു പോകുന്നതിന് കാനയോട് ചേർന്ന് താൽക്കാലികമായി ചാക്കിൽ മണ്ണ് നിറച്ച് വഴിയൊരുക്കുകയായിരുന്നു. എന്നാൽ സ്വകാര്യ വ്യക്തി വഴി തടസ്സപ്പെടുത്തി ലോറിയിൽ കരിങ്കല്ല് കൊണ്ടുവന്നിട്ടു. ഇതോടെ വയോധികരും രോഗികളും അടക്കമുള്ളവർ പ്രധാന റോഡിലേക്ക് കടക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസിയായ അജിത അജയനും സീമ ഷൈജനും പറയുന്നു. മഹാത്മാ റോഡിന്റെ പണിയുടെ ഇടയിൽ ഞങ്ങളുടെ വാർഡ് മെമ്പർ കൂട്ടി നിന്നിട്ട് ജലക്ഷന് വേണ്ടിയിട്ട് ആ വഴി മുടക്കി. അവിടെ വഴി അയാളുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പോഴാണ് ഇതിപ്പോ സുപ്രഭാതത്തിൽ ഇപ്പൊ 17-ാം തീയതി കല്ലിട്ടിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റാത്തൊരു രീതിയിൽ അന്ന് ഈ വഴി ഉണ്ടാക്കുമ്പോൾ റോഡ് പണിയുമ്പോൾ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന ഒരു ഇത് പറഞ്ഞപ്പോൾ പഞ്ചായത്തിന് ഫണ്ടില്ല എന്നാണ് പഞ്ചായത്തിൽ ഞങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്. അതിന്റെ ഇതിൽ ഞങ്ങൾ ഇവിടെ സ്ലാബ് ഇട്ടപ്പോൾ അത് JCB കൊടുത്തിട്ട് മെമ്പറും ചേട്ടനും കൂടിയിട്ട് അത് പൊളിക്കുക ചെയ്ത്. എന്നിട്ട് അത് പൊളിച്ചതിന് ശേഷം ഞങ്ങൾ സെക്രട്ടറിനെ കണ്ട് പരാതി കൊടുത്തപ്പോൾ സെക്രട്ടറി പൂഴിഞ്ചാക്ക് ഇട്ടിട്ട് നടന്നോളാൻ പറഞ്ഞപ്പോൾ അതിട്ട് ഞങ്ങൾ നടന്നു തുടങ്ങി. അപ്പോഴും ഈ മെമ്പർ ഞങ്ങളുടെ ഒരു കാര്യം അന്വേഷിക്കുക, വേറെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. ഇത്രയും ആയ ആൾക്കാരെയാണ് ഞങ്ങൾ വീട്ടിൽ വെച്ച് നിർത്തിയിട്ടുള്ളത്. ഒന്നും അസുഖം വന്നിട്ട് ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇതിനാക്കി. എന്റെ മേലെ കാല് പഴുത്ത് ചെയ്തിട്ട് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റിയിട്ടില്ല. ഈ ആഴ്ച കൊണ്ടുപോകേണ്ടതായിരുന്നു, കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഗുണ്ടായുസം പോലെയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. കല്ല് കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾക്ക് നടക്കാൻ പറ്റുള്ളൂ. കല്ലിന്റെ മുകളിൽ കൂടെ നടന്നോളാനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തങ്ങൾ ആരുടെയും നടപടി മുടക്കിയിട്ടില്ലെന്നും കാനയുടെ അരികു കെട്ടുന്നതിനാണ് കരിങ്കല്ല് ഇറക്കിയതെന്നും താൽക്കാലികമായി നടന്നു പോകുന്ന വഴിയിലെ കരിങ്കല്ല് സഞ്ചാരത്തിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ മാറ്റി കടന്നു പോകാമെന്നും സ്ഥല ഉടമ പറഞ്ഞു. പഞ്ചായത്ത് റോഡ് നന്നാക്കിയപ്പോൾ കോൺക്രീറ്റ് റോഡാക്കിയപ്പോൾ ഉയരം കൂടിയതാണ്. അപ്പോൾ വണ്ടി ഇറക്കാനും പിടിക്കുന്ന സൗകര്യം ഉണ്ടായി. കാന പഞ്ചായത്തുകാർ കെട്ടിയിട്ടില്ല, അത് നമ്മളോട് കെട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് കല്ല് ഞാൻ കാന കെട്ടാൻ വേണ്ടി കുറച്ച് കല്ല് ഇറക്കിയിട്ടുണ്ട്. ആ കല്ല് ഇവർക്ക് നടക്കാൻ തടസ്സമുണ്ടെന്ന് വെച്ചെങ്കിൽ കല്ല് നീക്കിയിട്ട് നടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളെയും വഴി ഞാൻ മുടക്കിയിട്ടില്ല. അങ്ങനെ പോലീസിൻ്റെ തീരുമാനം അങ്ങനെയാണെന്നാണ്. നാട്ടുകാർ വഴി സംബന്ധിച്ച് വെങ്കിടങ്ങ് പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും പാവർട്ടി പോലീസിലും പരാതി നൽകിയതിനെ തുടർന്ന് അധികാരികൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി. TCV പാവർട്ടി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ലഹരിവിരുദ്ധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കയ്പമംഗലം പഞ്ചായത്തിൽ രൂപീകരിച്ച ജാഗ്രതാ സമിതിയുടെ ആലോചനാ യോഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PA ഷാജഹാൻ, PA ഇസ്ഹാഖ്, ദേവിക ദാസൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AV മോയിസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KM തസ്നീം തുടങ്ങിയവർ സംസാരിച്ചു. ബന്ധപ്പെട്ട ആരാണോ മന്ത്രി ഒരു വർത്താനം പറയും, പ്രതിപക്ഷ നേതാവ് ഒരു വർത്താനം പറയും. അത് കഴിഞ്ഞാൽ മിക്കവാറും വാക്കൗട്ട് നടക്കും. ഇതാണ് ഇത് അതിന് അവസാനിക്കുന്നത്. അതിൻ്റെ പ്രമേയത്തിൽ മിക്കവാറും ശ്രദ്ധിക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം 2 പ്രാവശ്യം മയക്കും. താന്യം പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അവതരിപ്പിച്ചു. 40.70 കോടി രൂപ വരവും 39.96 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ലൈഫ് പദ്ധതിക്ക് 3.47 കോടിയും ഗതാഗത സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് 3.5 കോടിയും ആരോഗ്യമേഖലയ്ക്ക് 85.91 ലക്ഷവും കളിസ്ഥല നിർമ്മാണത്തിനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് 20 ലക്ഷവും മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്കായി 60 ലക്ഷം രൂപയും വകയിരുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈനി ബാലകൃഷ്ണൻ, സിജോ പുലിക്കോട്ടിൽ, ഷീജ സദാനന്ദൻ, സെക്രട്ടറി KV സുനിത എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പഴുവിൽ വിപിനകുമാറിനും ദീക്ഷിത് ലിമേഷിനും കാനാടിക്കാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം വടശ്ശേരി രാമകൃഷ്ണൻ എന്നിവർക്ക് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി വിഷ്ണു ഭാരതീയ സ്വാമി സമ്മാനിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത യോഗം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ പുരസ്കാര ജേതാക്കളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുഴുവൻ അംഗങ്ങളെയും ലെ വന്യമൃഗ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മലയോര ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. ചായ്പൻകുഴി ജംഗ്ഷനിൽ സ്വീകരണ സമ്മേളനം മുൻ MLA ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, നേതാക്കളായ സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ബേബി മാത്യു കാവുങ്ങൽ, ഡെന്നിസ് K ആന്റണി, അഡ്വക്കേറ്റ് PI മാത്യു എന്നിവർ സംസാരിച്ചു. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ഭക്തജനത്തിരക്കേറുന്നു. നോമ്പ് 3 ആഴ്ചകൾ പിന്നിട്ടപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭക്തജനത്തിരക്കേറിയതായി തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് പറഞ്ഞു. തീർത്ഥാടകർക്കായുള്ള പാർക്കിംഗ് അടക്കമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ഒരുക്കിയതായി ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ അറിയിച്ചു. രാത്രി 11 മണിവരെ കുരിശുമുടിയിൽ വൈദ്യുതി വിളക്കിന്റെ സൌകര്യമുണ്ടായിരിക്കും. ഓശാന ഞായറാഴ്ച വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കുരിശുമല കയറ്റമുണ്ടാകും. വൈകിട്ട് 7 നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 27 മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാളോടെ തീർത്ഥാടനം സമാപിക്കും. PRO ഷോജൻ DV തയ്യത്തിൽ അറിയിച്ചു. തൃക്കൂർ സ്വദേശി ജിബിൻ, ഭാര്യ ഫെമി, മകൻ ജെഫിൻ എന്നിവരുടെ ചികിത്സയ്ക്ക് കൈത്താങ്ങായി ആമ്പല്ലൂർ പാംബ്രീസ് ക്ലബ്ബ് വീട്ടിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA ഏറ്റുവാങ്ങിയ 1 ലക്ഷം രൂപ ക്ലബ്ബ് ഭാരവാഹികൾ ജിബിന്റെ കുടുംബത്തിന് കൈമാറി. ക്ലബ്ബ് പ്രസിഡന്റ് സ്റ്റോജൻ പിടിയത്ത്, സെക്രട്ടറി ബിജു കൂവക്കാടൻ, ട്രഷറർ ഫ്രാൻസിസ് പുതുശ്ശേരിപ്പടി, പഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃക്കൂർ ആദൂർ സ്വദേശി ചക്കാലമുറ്റത്ത് വളപ്പിൽ ജിബിനും ഭാര്യ ഫെമിക്കും പാണ്ടിനു വേണ്ടിയുള്ള മരുന്ന് ദീർഘനാളായി കഴിച്ചതിനെ തുടർന്നുള്ള പാർശ്വഫലത്തിൽ
കുടലിൽ മുഴകൾ രൂപപ്പെട്ട് ചികിത്സയിലാണ്. ഇവരുടെ 10 വയസ്സുള്ള മകൻ ജെഫിന് ജന്മനാ തലച്ചോറിനും സ്പൈനൽ കോഡിനുമുണ്ടായ അസുഖം മൂലം നടക്കുവാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. 3 പേരുടെയും ചികിത്സയ്ക്കായി 97 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ ചികിത്സയ്ക്കായി കാരുണ്യമതികളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ഇവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ 80 89 86 70 87 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ദിനിൽ പാലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് MS ശാലിനി, പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ ക്ലാസ് നയിച്ചു. തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി സ്കൂളിന് ചുറ്റും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും സുരക്ഷാ വലയം തീർത്ത് പ്രതിജ്ഞയെടുത്തു. പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കൃഷി സമ്പ്രദായ ഗവേഷണ വികസന അസോസിയേഷന്റെ ഫെല്ലോ 2023 അവാർഡിന് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം മേധാവിയും കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ ജേക്കബ് ജോണിനെ തെരഞ്ഞെടുത്തു. കൃഷി സമ്പ്രദായ ഗവേഷണ മേഖലയിലെ മികച്ച സംഭാവനകളാണ് ഇദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. കൃഷി സമ്പ്രദായ രീതികളുടെ പ്രാധാന്യവും മേന്മകളും കർഷകർ, കൃഷി ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ തുടങ്ങി കൃഷിയുടെ സമസ്ത മേഖലകളിലും എത്തിക്കാൻ അദ്ദേഹം നടത്തിയ സമർപ്പിത ശ്രമത്തിന്റെയും പ്രതിബദ്ധതയുടെയും അംഗീകാരം കൂടിയാണ് ഈ ബഹുമതി. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KV കബീർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രവീന്ദ്രൻ, ET ഫിലോമിന ടീച്ചർ, മെമ്പർമാരായ KJ ചാക്കോ, നഷ്ര മുഹമ്മദ്, ആരിഫ ജുഫയർ, സിന്ധു അശോകൻ, നസീർ മുപ്പിൽ, CDS ചെയർപേഴ്സൺ സുലൈഖ ഖാദർ, പഞ്ചായത്ത് RPമാരായ KL മഹേഷ്, നിഖിത, കില കോർഡിനേറ്റർ രമേശൻ എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കഴിഞ്ഞ ദിവസം സ്ഥലം MLAയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭിച്ച നിവേദനം ഭക്ഷണാവശിഷ്ടങ്ങൾക്കൊപ്പം വഴിയോരത്ത് കാണാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തിയത്. പ്രതിഷേധ യോഗം കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ആൻഡു പറൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ആർത്തർ വിൻസെന്റ് ചക്കാലയ്ക്കൽ, ലാലു വിൻസെന്റ്, അനൂപ് രാജ് അണക്കത്തിപ്പറമ്പിൽ, എഡ്വേർഡ് തേലപ്പിള്ളി, അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് M നേതൃത്വത്തിലുള്ള മലയോര ജാഥയ്ക്ക് വെള്ളിക്കുളങ്ങരയിൽ സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നിസ് K ആന്റണി ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റി അംഗം ജോ കുര്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബേബി മാത്യു കാവുങ്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബേബി നെല്ലിക്കുഴി, ഷാജി ആനിത്തോട്ടം, പോളി റാഫേൽ, കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജോസ് മുതുകാട്ടിൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബിജു ആന്റണി, KO വർഗീസ്, മണ്ഡലം പ്രസിഡന്റുമാരായ PB രാജു, ജോസി മാണി, TC പോളി, ബിനു കൂട്ടുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8230 രൂപ, പവന് 65,840 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3432 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നെന്ന് പ്രതിയുടെ മൊഴി. വേല ആഘോഷ നിറവിൽ അന്തിമഹാകാളൻകാവ്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാളവേല വരവ് ആവേശമായി. പെരിങ്ങാട് പുഴയും തീരപ്രദേശവും കണ്ടൽ റിസർവ് വനമാക്കുന്ന നടപടി പിൻവലിക്കുന്നതിനായി വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ജനങ്ങളുടെ സംരക്ഷണമാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ.
കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു. കൊയ്യ സ്വദേശി രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മാടം കോടന്നൂർ മേഖലകളിൽ പദമഴ പെയ്തു. മരത്തിൽ പെയ്യുന്ന മഴത്തുള്ളികളും സമീപത്ത് ഫാക്ടറികളിൽ ഉണ്ടെങ്കിലും ഇത്തരം പ്രതിഭാസത്തിനിടയാക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.